ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനത് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിപ്പുണ്ട്. പിന്നെ പറയാനാണ്, സുഖം, നന്നായിട്ട് പോകുന്നു. അങ്ങനെ ബി എഡ് എന്ന 2 വർഷ കോഴ്സിൻ്റെ ഒരു വലിയ ഒരു ഒരു സെക്ഷൻ കടന്ന് അങ്ങനെ റിലാക്സ് ചെയ്ത് സമാധാനമായിട്ടൊക്കെ ഇരിക്കുന്നത് എപ്പോഴാണ്. ഞാനിപ്പം ഇരിക്കുന്ന റൂമിലല്ല, പുറത്താണ്. ഇവിടെ ഒക്കെ വന്നിരുന്നിട്ട് കുറേ നാളായി. ഞാൻ കാണിച്ചു തരാം. കണ്ട ഫ്രണ്ട്സ്, അങ്ങനെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഞാനങ്ങനെ ഇരിക്കുവാണ്. നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് പീസായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. കാര്യം കുറേ നാളായി ഞാൻ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട്. എന്നിട്ട് മാത്രമല്ല, ഒന്ന് സമാധാനമായിട്ടൊന്ന് പീസായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് ദിവസങ്ങൾ കുറേ ആയി. ഇപ്പോഴാണ് ഞാനൊന്ന് സമാധാനമായിട്ട് വന്നിരുന്ന്. അല്ലെങ്കിൽ വന്നിരിക്കുമ്പോഴേക്കും അയ്യോ, ആ പണി തീർക്കാനുണ്ട്, ഈ ജോലി തീർക്കാനുണ്ട്, മാപ്പ് വരച്ചില്ല, റെക്കോർഡ് എഴുതി തീർത്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നുള്ള ടെൻഷൻ ഇങ്ങനെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും അങ്ങനെയുള്ളൊരു വിചാരമായിരിക്കും, എന്തൊക്കെയോ തീർക്കാനുണ്ട് എന്ന്. പക്ഷേ ഇന്ന് വന്നിരിക്കുമ്പോഴേക്കും അത് ആ ഡിഫറൻസ് വല്ലാത്ത ഡിഫറൻസാണ്. കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇന്നൊന്നും ഇല്ലല്ലോ, ഇനി 2 സെമ്മിൻ്റെ റിട്ടേൺ എക്സാം കൂടിയേ ഉള്ളൂ. ഒന്നും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എഡിന് ടാറ്റ ബൈ ബൈ. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട്, അതായത് 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും എക്സാം എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് ബി എഡ് ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. അപ്പം ചെയ്യാം. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വന്ന വീഡിയോ മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എഡ് ലൈഫിനെ കുറിച്ച് പറയുന്നതൊന്നുമല്ല. ഇന്ന് ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് നോക്കിയപ്പോഴേക്കും ഇന്നാണ് ഞാൻ ശരിക്കും എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുന്നതെന്നാണ്. കാര്യം എൻ്റെ കിളിയൊക്കെ പോയിരിക്കുമായിരുന്നു. ഇന്ന് ആ കിളി തിരിച്ചു വന്നു. അങ്ങനെ നോക്കിയപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വാട്ട് ഇസ് ദിസ്? ഞാൻ രാവിലെ നോക്കിയപ്പോഴേക്കും റിയലി ഐ ഷോക്ക്. റൂം കണ്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി. കാര്യം നോക്കുവാണ്, ഞാൻ ഇത്ര ദിവസം ഈ റൂമിലാണോ കിടന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ റൂം കാണിച്ചു തരും. കാര്യം നമുക്ക് ആ അവസ്ഥ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്കത് അപ്പോൾ ഞാൻ വിചാരിച്ചു, തേമേ ഇനി കൂടുതലിട്ട് കഴിഞ്ഞാൽ വല്ല പഴുതാരയും കൂട് വയ്ക്കും. അപ്പോൾ അതിന് മുന്നേ ഇനി അതിനകത്ത് കൂട് വെച്ചോന്നൊന്നും എനിക്കറിയില്ല. ഇനി വൃത്തിയാക്കി വരുമ്പോഴായിരിക്കും ഓരോന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, വല്ല പഴുതാരയോ അല്ല പാമ്പോ ഒക്കെ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ റൂമിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടാലോ. അതെ ഫ്രണ്ട്സ്, റൂമിൻ്റെ അവസ്ഥയെ കണ്ടിട്ട് ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് നമുക്കൊന്ന് സെറ്റാകാം, റൂം വൃത്തിയാകാൻ. ഓക്കെ, കമാൺ. എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണാൻ റെഡിയാണോ? ഓക്കെ, കണ്ടാലോ. നോക്കൂ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ചാർട്ട് തുണി കണ്ട, കട്ടിലൊക്കെ കിടക്കുന്ന കോലം നോക്കിക്കേ. ഇവിടെ നോക്ക്, കുറേ ഗ്ലാസ്സുകളും. എന്തവസ്ഥയാണിത്? പാവം എൻ്റെ മണി പ്ലാന്റൊക്കെ വാടി, വെള്ളം ഇല്ലാണ്ട് വാടിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, ഇതാണ് എൻ്റെ റൂമിലത്തെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ കിളി വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. കിളി ഇല്ലായിരുന്നെങ്കിൽ കിടക്കാൻ പറ്റുമായിരുന്നു. കാര്യം ഇത്ര ദിവസം ഞാൻ കിടന്നല്ലോ. പോയ എങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. നിങ്ങളും കൂടില്ലേ? ഒരു ഫ്രണ്ട്സ്, നമുക്ക് ഒരുമിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, എവിടെയൊന്നും തുടങ്ങണമെന്ന് അറിയത്തില്ല. അവിടെയും തുടങ്ങണോ ഇവിടെയും തുടങ്ങണോ എന്ന് അറിഞ്ഞാൽ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ്. എന്തായാലും തുടങ്ങിയല്ലേ പറ്റുള്ളൂ. ഞാൻ പണിയൊക്കെ ചെയ്യാനായിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാല്ലേ? വെരി ഫ്രണ്ട്സ്, തുടങ്ങാം. നമുക്ക് ജോലിയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ പാട്ടൊക്കെ കേട്ട് ജോലി ചെയ്യുമ്പോഴേക്കും ജോലിയുടെ പകുതി സ്ട്രെസ് അല്ലെങ്കിൽ അത് വേഗത്തിൽ കഴിയും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് പാട്ടൊക്കെ വെച്ച് കുറച്ച് ചില്ലൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ചെയ്ത് ജോലി ചെയ്യുമ്പോഴേക്കും ജോലി ചെയ്യുന്ന ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ ഒരു
ഇത്രയും ഉണ്ടല്ലോ ചെയ്യാൻ എന്നുള്ളൊരു മൈൻഡ് വരാണ്ട് കൂളായിട്ട് ചില്ല് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വേഗം ജോലി കഴിഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യും. അറിയത്തില്ലായിരിക്കും, എന്തോ അങ്ങനെ കുറച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് കുറച്ച് പാട്ടൊക്കെ ചെയ്ത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന വർക്ക് ഈസി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ വേഗം വർക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളെ ജോലിയിലേക്ക് പോവാം. അയ്യോ, എന്ത് പറയാനാണ്, ഇത്രയും സാധനങ്ങൾ ഇവിടെ നിറക്കിയതാണ്. ഇനിയും അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഈ ബോട്ടിലൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇനിയിപ്പം ഈ ഡ്രോയർ ഉണ്ട് കേട്ടോ, ഈ ഡ്രോയറിനകത്ത് ഇഷ്ടംപോലെ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ എന്ത് സാധനം കിട്ടുന്നത് കളയാൻ എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ഈ ഡ്രോയറിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അത് ആവശ്യമുള്ള സാധനം ഇച്ചിരി ഉണ്ടാവുള്ളൂ, ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. കാര്യം എന്ത് ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ ആ കൊറിയർ വരുന്ന കവർ പോലും എനിക്ക് കളയുന്ന ഇഷ്ടം. ഞാൻ വിചാരിക്കുമ്പോൾ എന്ത് ഭ്രാന്താന്നല്ലേ വിചാരിക്കണം. എനിക്ക് ചെറിയ ഭ്രാന്തുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ അതിനെ കളയാൻ സൂക്ഷിച്ചു വെച്ച്. ഓക്കെ, നമുക്ക് അതും കൂടെ ഇറക്കി അപ്പൊ എല്ലാം ചെയ്യട്ടെ. ഇനി ഇതിത്രയും കഴിഞ്ഞ ശേഷം അടുത്ത് ബെഡിലോട്ട് പോണം. പിന്നെ ഫ്ലോറ് പോയിട്ട് ബെഡ് പോവാം. നമുക്ക് ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ വർക്ക്. ഡ്രോയറിന്റെ അവസ്ഥ. എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ പേപ്പറൊക്കെ എന്തിനാണെന്ന് അറിയില്ല. പേപ്പർ, മാസ്ക് വരെ ഉണ്ട്. മാസ്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഞാനിതൊന്ന് നീറ്റ് ആക്കിയിട്ട് തരാം. ഓക്കെ.
അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒന്ന് ക്ലീനായി ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ റൂമിൻ്റെ മുന്നത്തെ അവസ്ഥ കാണിച്ചല്ലോ, അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷമുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വരും. ഓക്കെ. എങ്ങനെയുണ്ട് എൻ്റെ റൂം? ബിഫോറും ആഫ്റ്ററും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.